പിന്നെ എന്തൊക്കെയുണ്ട് അളിയാ വിശേഷങ്ങൾ? കുറെ നാള് കഴിഞ്ഞ് ഞാൻ വന്നിട്ട് അളിയന്റെ മുഖത്തൊരു സന്തോഷമില്ല. വന്ന് കയറി ഉടനെ മനുഷ്യനെ പ്രാന്തെടുപ്പിക്കാതെ പോടാ. എന്ത്? സുസ്മിതപ്പച്ചി എന്നിട്ട് പിണങ്ങിപ്പോയി. അയ്യോ പാവം. നന്നായി. ഡേയ്, നിനക്കറിയാം എവളെ എന്റെ കൊച്ചിനെ ഇവിടുന്ന് ഇറക്കി വിടുമ്പോഴാണ് പറഞ്ഞു വിട്ടത്. അയ്യോ ചേച്ചി അതെന്തോന്ന് പരിപാടി വെച്ച് കാണിച്ചേ? പോയപ്പോ 2 അടിയും കൂടെ കൊടുത്ത് പറഞ്ഞു വിടാതെന്ത്? ബാക്കിയില്ലാത്ത സമയത്തെ ചളിച്ച തമാശ അടിക്കല്ലേ, ഞാൻ ഇവിടെ സീരിയസ് ആയിട്ടിരിക്കാണ്. മകളെ ശിവ, നീ ഇങ്ങോട്ട് വാ. മകളോട് ചോദിച്ചാൽ കാര്യങ്ങൾ അറിയാൻ പറ്റൂ. എന്നിട്ട് പിന്നെ എന്താണ് ഉണ്ടായേ? അതെ, അപ്പച്ചിയുടെ കൈ മുറിഞ്ഞു. ഇവിടെ ആരോ എങ്ങനെയൊക്കെയോ കുട്ടുമാമന്റെയും അപ്പച്ചിയുടെയും കല്യാണ രഹസ്യം അപ്പച്ചി അറിയിപ്പിച്ചു. ആരെ? എന്റെയും അപ്പച്ചിയുടെ കല്യാണ കാര്യമോ? നന്നായി. എന്നിട്ട് അവള് സമ്മതിച്ചാ? അമ്മായി അവള് സമ്മതിച്ചാണ്. എന്നെക്കാൾ അപ്പുറത്തുള്ളൊരു പയ്യനെ അവൾക്ക് അവിടെ നിന്ന് കിട്ടാൻ വേണ്ടിട്ട് കാക്കയ്ക്കും പൂച്ചയും കൊടുത്താൽ നിനക്ക് തരുകൂടാ അവളെ. എന്നാ പിന്നെ വല്ല പട്ടിക്കും പിടിച്ചു കൊടുക്കളിയാ. അതാണ്ട ഭേദം, അതിലും നിനക്ക് തരണേക്കാൾ ഭേദം അതാണടാ. എന്തായാലും ഞാൻ ഇതിൽ നിന്ന് പുറകോട്ടില്ല. നീ വാങ്ങിച്ചോണ്ട് പോവിടുന്നു. ഒരു വാങ്ങിച്ചോണ്ട് പോവില്ല അളിയാ. കൂട്ട് നിൽക്കണ നിന്റെ ചേച്ചിയും വാങ്ങിക്കും. ചേച്ചി വാങ്ങിച്ചോണ്ടിരിക്കുകയെന്നെ ഇപ്പം. അവൾ ഇവിടെ കാലെടുത്ത് കുത്തിയാ മതി, അപ്പം വിളിച്ചു പറ ഇനി വരാൻ. ഇവിടെ വന്ന് പടാ. എന്നെ ആരും വിളിച്ച് പറഞ്ഞൊന്നും ഇല്ല. ഇല്ല. എന്നെ അവള് വരുമ്പോ ഞാൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി ഇല്ല ഇല്ല അങ്ങ് പ്രത്യക്ഷപ്പെട്ടു. അയ്യോ പിന്നെ കണ്ടു കൊടുത്താളെ മണി. എന്തടാ എന്തടാ അവക്കൊരു കുറവ്? തന്നെ തന്നെ ഇനി മേലെ അവളെ കാര്യം നീ പറയരുത്. നിങ്ങളുടെ അനിയത്തിന്റെ കാര്യം ഇവിടെ ആര് പറഞ്ഞു? പിന്നെ നീ ആരെ പറഞ്ഞ? പിന്നെ പറയാൻ വേണ്ടി ഇരിക്കണം. വേറെ ആരെങ്കിലും കണ്ടു വെച്ചേക്കണം? വേറെ കുറെ പേരെ കണ്ടു വെച്ചിട്ടുണ്ട്. അതിപ്പോ അളിയന്റെ അടുത്ത് പറയണത് എന്തിനാണ്? എങ്കിൽ നീ അങ്ങനെ പോ. എങ്ങനെ? എന്താ അനിയത്തെ കെട്ടാൻ നോക്കണ്ട. പക്ഷെ കെട്ടിയിട്ടേ പോവും. ആരെ? കെട്ടിയിട്ടേ പോവും. കെട്ടിയിട്ടേ പോവും. കെട്ടിയിട്ടേ പോവും. നീ പോ, നീ കെട്ട്. നീ ആരെ കെട്ട്, നീ എന്നെ അനിയത്തെ കെട്ടൂല. കുട്ടുമാമൻ അച്ഛന് നല്ല വാശിയിലാ. സുസുവപ്പച്ചി കുട്ടുമാമൻ കല്യാണം കഴിക്കൂ. പക്ഷേ അത് സുസുവപ്പച്ചിക്ക് ഇഷ്ടമല്ലല്ലോ. എടാ, കുട്ടുമാമന് സുസുവപ്പച്ചി ഇഷ്ടമല്ലെന്നല്ല, പക്ഷേ കുട്ടുമാമനെ സുസുവപ്പച്ചി കല്യാണം കഴിക്കാൻ ആഗ്രഹവും ഇല്ല. കുട്ടുമാമൻ നമ്മളെ ഒരുമാതിരി വട്ടം കളിപ്പിക്കുകയാണ് കിടന്നത്. പക്ഷെ നിനക്കിഷ്ടമല്ലേ അവർ നമ്മെ കല്യാണം കഴിക്കുന്നത്? നമുക്കിഷ്ടാ, പക്ഷെ നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് എന്ത് കാര്യ? അവരിഷ്ടപ്പെടണ്ടേ? നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ട അവർ നമ്മെ ഇഷ്ടപ്പെടും. അതിനിപ്പോ എന്താ ഒരു വഴി? ഞാൻ ആലോചിക്കട്ടെ. നിൽക്കും എന്താണ് രണ്ടെണ്ണം കൂടെ ഒരു ഗൂഢാലോചന? ഗൂഢാലോചനയല്ല, കല്യാണാലോചന. ആർക്ക്? കുട്ടുമാമന്. അപ്പൊ പെണ്ണോ? സുസ്മിത സിൻ. ആര്? ബോളിവുഡ് ആക്ട്രസ് സുസ്മിത സിന്ന? അല്ല, നമ്മുടെ കൊളത്തറം വീട്ടിലെ സുസ്മിത സിൻ. എന്റെ പൊന്നു പിള്ളേ, നടക്കണ കാര്യം അതുണ്ടെങ്കിൽ പറ. നടക്കുന്ന കാര്യമല്ലാതെ വേറൊരു കാര്യങ്ങളും ഞങ്ങൾ സംസാരിക്കാറില്ല മോളെ. യെസ് ബ്രോ. നീ ഫോൺ വിളിക്കേ. ഞാൻ എന്തോ പറഞ്ഞിട്ടുണ്ടെന്ന് നിനക്ക് അറിയില്ലോ. ഞങ്ങൾക്ക് അറിയാം ബ്രോ. അതെന്താ ഫോൺ താ. എന്റെ ഫോണിന്നാ എന്റെ ബാലൻസ് തരും. എടീ, ഒരു നല്ല കാര്യം വിളിക്കാൻ പോകുമ്പോഴെങ്കിലും സഹായിക്കടി. ഒന്ന് താടി നിന്റെ ഫോണും വിളിച്ചോ. ഹലോ, സുസുവപ്പച്ചിയല്ലേ? സുസുവപ്പച്ചി പോയപ്പോ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായിട്ടോ. സുസുവപ്പച്ചി ഒരു കാര്യം അറിഞ്ഞോ? ഇവിടെ കുട്ടുമാമൻ വന്നിരുന്നു. കുട്ടുമാമൻ അച്ഛന് നല്ല വഴക്കില. സുസുവപ്പച്ചിയുടെ പേരിൽ ഒരു ബെറ്റും വെച്ചിട്ടുണ്ട്. എന്ത് പറ്റുന്നോ? അതെ, ഇനി എങ്ങനെ സുസുവപ്പച്ചി ഈ വീട്ടിലെ കാല് കുത്തിയ അപ്പൊ സുസുവപ്പച്ചി ലവ് ചെയ്ത് കല്യാണം കഴിക്കുന്ന കുട്ടുമാമൻ പറഞ്ഞേക്കണേ. അപ്പച്ചി കുട്ടുമാവൻ കല്യാണം കഴിക്കണമെങ്കിൽ അത് അടുത്ത ജന്മത്തിൽ നടക്കുമെന്ന് അച്ഛനും പറ്റി വെച്ചു. ഇങ്ങനെയാ. ബാക്കി കേശു പറഞ്ഞുതരുമായിരിക്കും. അപ്പച്ചി കൂടുതലും പറയണ്ട. കുട്ടുമാമൻ അപ്പച്ചി ലവ് ചെയ്ത് വീർത്തു എന്നാ പറഞ്ഞേക്കുന്നേ. അപ്പച്ചിയുടെ കുഞ്ഞു മനസ്സിൽ അലിഞ്ഞു പോവും. അപ്പച്ചി പ്രശ്നം എന്താന്ന് വെച്ചാൽ അപ്പച്ചി കുറച്ച് ജാടയൊക്കെ കാണിക്കുമെങ്കിലും അപ്പച്ചി പാവോ. അപ്പച്ചിയുടെ മനസ്സ് കട്ട് ചെയ്യണം. അപ്പച്ചി കൊടുന്ന് വരണ്ട വരണ്ട. അപ്പച്ചി അപ്പച്ചി പോയി. കട്ട് ചെയ്താ പോയി. അപ്പച്ചി എന്താ പറഞ്ഞേ? എടി, അത് എനിക്ക് ഇതുവരെ മനസ്സിലായില്ലേ? നമ്മൾ അയച്ചമ്പോ കറക്റ്റ് പോയിന്റ് തന്നെ കൊണ്ടു. മധുരമില്ല. അത് കുറച്ചിട്ടതാ. പ്രായം കൊണ്ടുവരുമല്ലേ, കുറച്ചൊക്കെ കഴിച്ചാൽ മതി. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ഒക്കെ വരും എല്ലാം നിയന്ത്രിച്ചില്ലെങ്കിൽ.
ആ ഒരു കാര്യം ചെയ്യാം, അടുത്ത വർഷം വെള്ളപ്പൊക്കം വരണമെന്ന് കരുതി ഇപ്പഴേ ഞാൻ മുണ്ടു. ഇതാ പിടിച്ചേ, അത് മൊത്തം അതിലേക്ക് ഇങ്ങോട്ട് ഇളക്കി കുടുക്കി.